എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹീറോ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവനിപ്പോ അവന്റെ ഗ്രാൻഡ് പേ കാണാൻ പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് ഗ്രാൻഡ് പേയും അസിസ്റ്റന്റ് ചേച്ചിയും അവരെല്ലാവരും ഇപ്പൊ ഹീറോയെ കഴിഞ്ഞു എക്സൈറ്റഡ് ആയി അവനെ വരവേൽക്കാൻ വലിയൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വീട് മുഴുവൻ അലങ്കരിച്ച് ലൈറ്റ്സും പാട്ടും മ്യൂസിക് ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കും. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷം. ഹീറോയെ കണ്ട ഗ്രാൻഡ് പാ ഒരുപാട് സന്തോഷത്തിൽ അവനെ ചേർത്ത് പിടിക്കുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ നമ്മുടെ ഹീറോയോട് അവന്റെ ഫ്രണ്ട്സിനെയും പാർട്ടിക്ക് വിളിക്കാനായിട്ട് പറയും. ഹീറോ ആണെങ്കിൽ ഡബിൾ ഹാപ്പി. അവനിപ്പോ ഫോണെടുത്ത് ആസിനും ക്ലാരയ്ക്കും മെസ്സേജ് അയക്കുകയാണ്. ഐ എം സോറി, ഇത് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളോട് പറയുന്നതിന് എന്നോട് ദേഷ്യപ്പെടരുത്. ഗ്രാൻഡ് പേ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരു ഗ്രാൻഡ് പാർട്ടി ഒരുക്കിയിരിക്കുകയാണ്. സോ നിങ്ങളും അതിൽ പങ്കെടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഈ പാർട്ടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് ചെയ്യും. ആക്ച്വലി ഇതുവരെ ഹീറോയുടെ ഒരു ഫ്രണ്ട്സും അവന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഒരു കാര്യത്തിലും പങ്കെടുത്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് അവരിപ്പോ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും അതിനുപരി എക്സൈറ്റ്മെന്റും. അവൻ ആ മെസ്സേജ് അയക്കേണ്ട താമസം ബീസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ ഫോണിലേക്ക് തന്നെ നോക്കുകയാണ്. അടുത്ത നിമിഷം റിപ്ലൈ വരും. ആസും പച്ചമുടി പെണ്ണും രണ്ടുപേരും ഹീറോയുടെ വീട്ടിലേക്ക് വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനാ ബീസ്റ്റ് പറയും, ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനടിച്ച് നടക്കാതെ അവരെ വരവേൽക്കാൻ നീ തയ്യാറാവണം. ഹീറോ ആണെങ്കിൽ ഞൊടിയിടയിൽ വാക്യൂം ക്ലീനർക്ക് ഉപയോഗിച്ച് ആ റൂം മുഴുവൻ ക്ലീൻ ചെയ്യാണ്. അടുത്ത നിമിഷം അവന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. ആസ് പറയും, എൻ്റെ അമ്മ നിന്നോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നമ്മുടെ പച്ചമുടി പെണ്ണ് അവള് പറയും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നിന്നെ തിരക്കി. അവര് പറയുന്നതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷത്തില് ഹീറോ ആ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അവരകത്തേക്ക് സ്വീകരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആദ്യം അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അത് ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നീട് അവരെല്ലാവരും പാർട്ടി ആഘോഷിക്കുകയാണ്. ഗ്രാൻഡ് പേയും അസിസ്റ്റന്റ് ചേച്ചി ഒരുക്കി വെച്ച ആ വിഭവ സമൃദ്ധമായ ഫുഡ് അതവരെല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ കഴിക്കും. ആസിനാണെങ്കിൽ ഹീറോ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതിനെ ഓർത്ത് ഒരുപാട് സന്തോഷം തോന്നും. ക്ലാരപ്പെണ്ണാണെങ്കിൽ വീണ്ടും കുറെ തമാശകളൊക്കെ ഒപ്പിച്ച് അവരിപ്പോ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു തീർക്കും. അതിനുശേഷം അസിസ്റ്റന്റ് പെണ്ണ് അവള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡീമൺ ഗെയിം അത് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആ ഗെയിം കളിക്കാനായിട്ടും നമ്മുടെ ആൾക്കാരെ അവൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ സന്തോഷത്തോടു കൂടെ മുൻപോട്ട് വന്ന് ആ ഗെയിം കളിക്കാൻ തുടങ്ങും. ഗ്രാൻഡ് പേയും അസിസ്റ്റന്റ് ചേച്ചിയും അങ്ങനെ എല്ലാവരും ആ ഗെയിം കളിക്കുകയാണ്. അത് ആക്ച്വലി ഒരു ഡാൻസിങ് ഗെയിമാണ്. ഗെയിം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് അനൗൺസ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ഗ്രാൻഡ് പാ, ഫോർത്ത് പൊസിഷനിൽ നമ്മുടെ സ്വന്തം ഹീറോ, ക്ലാര തേർഡ്, സെക്കൻഡ് ആസ്, ഫസ്റ്റ് പൊസിഷൻ നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി. അസിസ്റ്റന്റ് ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടിയതിനെ തുടർന്ന് എല്ലാവരും അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യും. ഇവിടെ ആസിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം അവനും ക്ലാരയ്ക്കും തമ്മിൽ വെറും 6 മാർക്കിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഗെയിമൊക്കെ വിട്, നമുക്കിനി ഡെസേർട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ടേബിളിലേക്ക് ക്ഷണിക്കും. അതേസമയം ഗ്രാൻഡ് പാ ആൾക്കാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ കോംപ്ലക്സ് അടിച്ചു. കാരണം ഇത്രയും പവറൊക്കെ ഉണ്ടായിട്ടും ആൾക്ക് കിട്ടിയത് ലാസ്റ്റ് പൊസിഷനാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഇമേജ് അത് തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അദ്ദേഹം വിളിക്കും. നമുക്ക് മറ്റൊരു ഗെയിം കൂടെ കളിക്കാം, അതിനുശേഷം ഡെസേർട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഗ്രാൻഡ് പാ അവരെ എല്ലാവരെയും ഇപ്പോ വീടിനടിയിലുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുപോകും. ഹീറോ ആദ്യമായിട്ടാണ് വീടിനടിയിലുള്ള ഈ ഒരു സ്പേസ് കാണുന്നത്. അവൻ അത്ഭുതത്തോടു കൂടെ ചുറ്റും നോക്കും. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഇപ്പോ ഗ്രാൻഡ് പേയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ആൾ മുൻപോട്ടേക്ക് പോകും. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ ഗ്രാൻഡ് പ പറയും, പ്ലീസ് ഒരു സെക്കൻഡ് നിങ്ങൾ നിൽക്ക്, എനിക്ക് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത നിമിഷം ഒരു ഡീമൻ മുൻപിലേക്ക് ചാടി വരും. അതുകൊണ്ട് ഗ്രാൻഡ് പ പറയും, നിങ്ങൾ മാറി നിൽക്ക്, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി അതൊരു ഡീമൻ അല്ല, മറിച്ച് നമ്മുടെ ഗ്രാൻഡ് പേയുടെ കുതിരയാണ്. അതിന്റെ മേലെ ഈ ഒരു മാസ്ക് ഒക്കെ ഇട്ട് കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ ഗ്രാൻഡ് പ തന്നെയാണ്. ഗ്രാൻഡ് പേയുടെ പദ്ധതി അത് കറക്റ്റ് ആയിട്ട് അസിസ്റ്റന്റ് ചേച്ചിക്ക് പിടികിട്ടും. പക്ഷെ അത് മനസ്സിലാക്കാത്ത ആസും പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും ഇപ്പൊ ഗ്രാൻഡ് പേയോട് പറയും, ഗ്രാൻഡ് പാ നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങളുടെ സമ്മറിൻ ആനിമൽസിനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ് അവരാണെങ്കിൽ രണ്ടുപേരും അവരുടെ സമ്മറിൻ ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്യും. അവറ്റകളെ ഉപയോഗിച്ച് ഈ ആസും പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും ആ കുതിരയെ അറ്റാക്ക് ചെയ്യാണ്. ആസിന്റെ ആനിമലിനെ കാണേണ്ട താമസം കുതിരയാണെങ്കിൽ പേടിച്ച് വന്ന വഴിക്ക് തിരിച്ചോടും. ആസ് ഇപ്പൊ ക്ലാരയോട് ദേഷ്യപ്പെടും, നീ എന്തായി ചെയ്യണേ, നിന്റെ ആനിമലിനെ ഉപയോഗിച്ച് വെറുതെ തമാശ കളിക്കുകയാണോ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ അവളുമായിട്ട് വഴക്കിടും. അതേസമയം ഇവിടെ ഗ്രാൻഡ് പയ്ക്ക് വീണ്ടും വലിയ സങ്കടം. കാരണം
നമ്മുടെ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ ആൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ട്രിക്കി ഐഡിയ ആയിരുന്നു ഇത്. അതും പൊളിഞ്ഞു പാളീസായി. അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി ഗ്രാൻഡ്പ വിഷമിച്ച് കരയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. അത് കാണുമ്പോൾ ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ കുറച്ച് ദേഷ്യവും തോന്നും. ഹീറോയ്ക്കാണെങ്കിൽ ഇവിടെ ആ അണ്ടർഗ്രൗണ്ട് ഒരുപാട് ഇഷ്ടമായി. അവൻ ഗ്രാൻഡ്പയോട് പറഞ്ഞ് ഇപ്പൊ മുൻപോട്ടേക്ക് നടക്കും. അവരുടെ മുൻപിൽ വലിയൊരു ഡോർ കണ്ട ഹീറോ ആണെങ്കിൽ അത് തള്ളി തുറന്ന് അകത്തേക്ക് പോവാണ്. ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഇപ്പൊ കത്താനായിട്ട് തുടങ്ങും. ഗ്രാൻഡ്പയ്ക്ക് ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ തടയണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ്, നമ്മൾ വെറുതെ അവിടേക്ക് പോകണ്ട. നിങ്ങൾ കരുതും പോലെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്റെ പഴയ ചില ഫോട്ടോഗ്രാഫ്സ് മാത്രമേ അതിലുള്ളൂ. പക്ഷെ ഹീറോ ആണെങ്കിൽ ഗ്രാൻഡ്പ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ മുൻപോട്ടേക്ക് തന്നെ പോകും. ഗതി കെട്ട ഗ്രാൻഡ്പ ആണെങ്കിൽ അസിസ്റ്റന്റ് ചേച്ചിയോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവരെങ്ങനെയെങ്കിലും തടയണം. അടുത്ത നിമിഷം അസിസ്റ്റന്റ് ചേച്ചി അവളാണെങ്കിൽ ഇപ്പോൾ ഒരു മോൺസ്റ്ററിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആസ് ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ ആനിമലിനെ സമൺ ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവന്റെ അറ്റാക്ക് എല്ലാം ആ മോൺസ്റ്ററിന്റെ ബോഡിയിലൂടെ ഈസി ആയിട്ട് കടന്നു പോകും. ഗ്രാൻഡ്പ അസിസ്റ്റന്റ് ചേച്ചിയെ നോക്കും. അവൾ അതെല്ലാം ചെയ്യുന്നത് അവൾ ക്രിയേറ്റ് ചെയ്ത ആ ഗെയിം ഉപയോഗിച്ചാണ്. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ട് കുറച്ച് സന്തോഷമാവും. അതെങ്ങനെയെങ്കിലും വർക്കൗട്ടായി നമ്മുടെ ആൾക്കാരെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്ന് ഗ്രാൻഡ്പ പ്രതീക്ഷിക്കും. അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ്പയ്ക്ക് ഒരു സിഗ്നൽ കൊടുക്കും. കാര്യം പിടികിട്ടിയ ഗ്രാൻഡ്പയാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇതെന്റെ ഗ്രാൻഡ് ചൈൽഡും അവന്റെ ഫ്രണ്ട്സുമാണ്. അവരുടെ ദേഹത്ത് നിന്നെ തൊടാനായിട്ട് ഞാൻ അനുവദിക്കില്ല. നീ എത്രത്തോളം സ്ട്രോങ് ഡീമനാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ സ്ട്രെങ്ത്തിന് മുൻപിൽ നീ ഒന്നും അല്ലാന്ന് പറഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി വീഴും. കറക്റ്റ് ടൈമിങ്ങിൽ അവളാണെങ്കിൽ ആ ഒരു പ്രൊജക്ടർ അത് ഓഫ് ചെയ്യും. ആ ഒരു രംഗം കണ്ട് അവിടെയുള്ള എല്ലാവരും ഗ്രാൻഡ്പ ആ ബീസ്റ്റിനെ തകർത്ത് കളഞ്ഞു എന്ന് വിശ്വസിക്കും. വാവ്, ഗ്രാൻഡ്പ യു ആർ സൂപ്പർ. നിങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ഗ്രാൻഡ്പയെ പ്രശംസിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ബോക്സ് കാണുക. ഹീറോ ആ ബോക്സ് കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. യെസ്, ഇതത് തന്നെയാണ്, ഇതാണ് ട്രഷർ ബോക്സ് എന്ന് പറഞ്ഞ് അവനത് ഓപ്പൺ ചെയ്യും. ആ ബോക്സിന്റെ അകത്ത് അസിസ്റ്റന്റ് ചേച്ചി അവൾ ഓൾറെഡി റെഡിയാക്കി വെച്ച ഒരു ഡെസേർട്ട് ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര അതിശയം. ആളിപ്പോ അസിസ്റ്റന്റ് ചേച്ചിയോട് ചോദിക്കും, അപ്പൊ നീ ഓൾറെഡി ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നോ? അതിനുശേഷം അവർ ഹാപ്പി ആയിട്ട് ആ ഡെസേർട്ടൊക്കെ കഴിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. കാരണം ഡെസേർട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട്സ് അവിടുന്ന് പോകും. അത് ഓർക്കുമ്പോൾ അവന് വല്ലാത്തൊരു ദുഃഖം. ഹീറോ ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരല്പസമയം കൂടെ എന്നോടൊപ്പം സ്പെൻഡ് ചെയ്തൂടെ? അതിന് അവരും ഓക്കെ പറഞ്ഞ് ഹീറോയുടെ റൂമിലേക്ക് വരികയാണ്. ആസിന് ഹീറോയുടെ ടൈം പീസ് അത് ഒത്തിരി ഇഷ്ടാവും. വാവ്, ഈ ടൈം പീസ് അത് സൂപ്പറാണ്, ഇതുപോലൊന്ന് എനിക്കും വാങ്ങണം. എന്നിട്ട് മാസ്റ്റർ എഴുന്നേൽക്കുന്ന അതേ സമയത്ത് എനിക്കും എഴുന്നേൽക്കണം എന്ന് പറയും. അതിനുശേഷം അവർ 3 പേരും ഇപ്പൊ ബെഡിലൊക്കെ കയറി ചാടിത്തുള്ളി മറിയാണ്. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ആൾക്കാർ 2 പേരും ഹീറോയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവാണ്. ഹീറോ ആണെങ്കിൽ വിളിച്ചു പറയും, ഗായ്സ് നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ കൈയൊക്കെ വീശി കാണിക്കും. അവരെ യാത്ര അയച്ചതിന് ശേഷം ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ്പയോടും അസിസ്റ്റന്റ് ചേച്ചിയോടും താങ്ക്സ് പറയും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു പേരക്കുട്ടിയെ കിട്ടിയതിനെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും. പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹീറോ അവൻ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ഉടനെ ആ ബീസ്റ്റ് പുറത്ത് വന്ന് സ്റ്റുഡൻറ് കൗൺസിൽ ടീമിൽ നീ വർക്ക് ചെയ്തിട്ട് നിന്റെ എക്സ്പീരിയൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. ഹീറോ ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് മറുപടി പറയും. പക്ഷെ എനിക്ക് ഈവിൾ സൈക്കിൾ, പേഴ്സണാലിറ്റി ചേഞ്ച് ഇതൊന്നും എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ പതിയെ ഉറങ്ങുകയാണ്. അതിനാ ബീസ്റ്റ് പറയും, കുഴപ്പമില്ല, നിനക്കത് 2 ഞാൻ പറഞ്ഞു തരാം. അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ ഒരു മാജിക് ഉപയോഗിക്കുകയാണ്. ഓക്കെ, നമുക്ക് പേഴ്സണാലിറ്റി ചേഞ്ച് അതാദ്യം പഠിക്കാന്ന് പറഞ്ഞ് നീ ബാഡ് ബോയ് ആയി മാറ്, നീ ബാഡ് ബോയ് ആയി മാറ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗ്രാൻഡ്പയും അസിസ്റ്റന്റ് ചേച്ചിയും അവർ 2 പേരും കോഫി ആയിട്ട് ഹീറോയുടെ റൂമിലേക്ക് വരും. ശബ്ദം കേട്ട് ഹീറോ അവൻ ഫുൾ കലിപ്പില്, നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ റൂമിലേക്ക് കടന്നു വരും ചോദിച്ച് ഗ്രാൻഡ്പയോട് ദേഷ്യപ്പെടും. അത് കേട്ട് ഗ്രാൻഡ്പ ആണെങ്കിൽ ഷോക്കായി. ആ ഒരു കപ്പ് അതങ്ങനെ കയ്യിൽ നിന്ന് താഴെ പോയി പൊട്ടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.